ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അർച്ചന സച്ചിയോട് പറയുകയാണ്, സച്ചിയേട്ടാ, നമുക്ക് ശിവേട്ടൻ്റെ വീട്ടിലൊന്ന് പോകണ്ടേ? അവിടുത്തെ കുഞ്ഞിനെ കണ്ടിട്ട് കുറേ നാളായി. അതുമല്ല, നമ്മുടെ കുഞ്ഞിൻ്റെയും ശിവേട്ടൻ്റെ കുഞ്ഞിൻ്റെയും നൂലുകെട്ട് ഒരേ ദിവസം തന്നെയല്ലേ വരുന്നത്? ആ കുഞ്ഞിന് വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിനെന്താ, താൻ പറഞ്ഞാൽ മതി, നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാമെന്ന് സച്ചിയും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അച്ഛനെയും കൂടി ശിവരാമന്റെ വീട്ടിലേക്ക് ചെന്നിരിക്കുന്നതാണ്. കുഞ്ഞിന്റെ നൂലുകെട്ട് കാര്യമെല്ലാം പറയുമ്പോൾ ഇന്ദു പറയുകയാണ്, അത് പിന്നെ അർച്ചനെ, ശിവേട്ടനിപ്പോ കുഞ്ഞിന്റെ കാര്യത്തിലൊന്നും ഒരു താല്പര്യവും ഇല്ലാത്തതുപോലെയാണ്. ഇത് കേൾക്കുന്ന അർച്ചന തന്റെ കയ്യിലുള്ള സ്വർണ്ണവള ഊരി ഇന്ദുവിന് നൽകുകയാണ്. ഇത് വെച്ച് എന്താണെങ്കിലും കുഞ്ഞിന് ഒരു സ്വർണത്തിന്റെ അരഞ്ഞാണം തന്നെ വാങ്ങണം. എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങളോട് ചോദിച്ചാൽ മതിയെന്ന് സച്ചിയും പറയുന്നു. അതേസമയം ശിവരാമൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. തന്റെ കയ്യിലുള്ള കവറുകൾ ഇന്ദുവിനെ ഏൽപ്പിച്ച് ശിവരാമൻ പുറത്തേക്ക് ഇറങ്ങുന്നു. തുടർന്ന് ശിവരാമൻ അവന്തികയെ വിളിക്കുകയാണ്. മേഡം, അർച്ചനയും സച്ചി സാറും കൂടി ഇടയ്ക്കിടയ്ക്കിപ്പോ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവിടുത്തെ കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് എനിക്ക് പേടിയുണ്ട്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എന്താണെങ്കിലും മേഡത്തിന്റെ പേര് പറയും. കൂടാതെ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ടുവരികയും ചെയ്യും. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ നിൽക്കുകയാണ്. താനൊന്നും പറയാതടോ, അങ്ങനെയൊന്നും നടക്കില്ലെന്ന് അവന്തിക ശിവരാമനെ സമാധാനിപ്പിക്കുകയാണ്. അതേസമയം അർച്ചന പോകാനിറങ്ങുകയാണ്. പറയുമ്പോൾ ശിവരാമൻ കോള് കട്ട് ചെയ്യാതെ തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ശിവേട്ടാ, കുഞ്ഞിന്റെ എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ഇവിടുത്തെ കുഞ്ഞിനോട് എന്തോ പ്രത്യേക അടുപ്പവും സ്നേഹവും ഒക്കെ എനിക്ക് തോന്നുന്നുണ്ടെന്നും അർച്ചന പറയുന്നു. അതേസമയം ഇത് കേട്ട് പേടിയോടെ നിൽക്കുകയാണ് അവന്തിക. അങ്ങനെ അർച്ചനയും സച്ചിയും അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ്. ശിവരാമനെ ഇങ്ങനെ വിട്ടാൽ ഇനി ശരിയാവില്ല. ഉടൻ തന്നെ ശിവരാമന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം. ഇവിടുത്തെ കൊച്ചിനെ കൊല്ലാതെ വിട്ടതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ആദ്യം ശിവരാമനെ കൊല്ലണം, എന്നിട്ട് ശിവരാമന്റെ ഇവിടെയുള്ള കുഞ്ഞിനെ, അതിനുശേഷം അവരുടെ കുടുംബത്തിലുള്ള ഇവിടുത്തെ കുഞ്ഞിനെയും. അങ്ങനെ അവന്തികയ്ക്ക് കുഞ്ഞ് ജനിക്കാൻ ഇവിടെ മറ്റൊരു കുഞ്ഞും ഈ നെല്ലിശ്ശേരിയുടെ അനന്തരാവകാശിയാകണ്ട. അവന്തികയുടെ കുഞ്ഞാണ് ഈ കാണുന്ന സ്വത്തിന്റെ എല്ലാം അവകാശിയെന്നും അവന്തിക പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും കൂടി തിരികെ നെല്ലിശ്ശേരിയിലേക്ക് പോകുന്നതാണ്. നമ്മുടെ വീട്ടിലെ കുഞ്ഞിനെ എടുക്കണമെന്ന് തോന്നുമ്പോഴാ ഞാൻ എപ്പോഴും ശിവേട്ടന്റെ കുഞ്ഞിന്റെ അടുത്തേക്ക് ഓടി വരുന്നത്. നമുക്ക് ചെന്നൈയിലേക്ക് പോകണം സച്ചിയേട്ടാ എന്ന് അർച്ചന പറയുമ്പോൾ, എന്താണെങ്കിലും നമുക്ക് പോകാമെന്നും എത്ര വർഷം എടുത്തിട്ടാണെങ്കിലും അവിടുന്ന് തിരികെ വരുമ്പോൾ തന്റെ വയറ്റിൽ ഈ സച്ചിയുടെ കുഞ്ഞുണ്ടാകുമെന്നും സച്ചി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തിക സന്ധ്യയെ വിളിക്കുന്നതാണ്. നീ ഇവിടെ വന്നൊരു സന്തോഷ വാർത്ത പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞല്ലോ. എന്താ കാര്യമെന്ന് സന്ധി ചോദിക്കുമ്പോൾ, ചെന്നൈയിൽ പോയാൽ സച്ചിക്കും അർച്ചനയ്ക്കും കുഞ്ഞുണ്ടാകുമെന്ന് നീ പറഞ്ഞല്ലോ. എന്തിനാ ചുമ്മാ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെയുള്ളവരെ ചതിക്കുന്നതെന്ന് അവന്തിക ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞത് കള്ളമൊന്നുമല്ലെന്നും ചെന്നൈയിൽ പോയി തിരികെ വരുമ്പോൾ സച്ചിയുടെയും അർച്ചനയുടെയും കയ്യിൽ അവരുടെ കുഞ്ഞുണ്ടാകുമെന്നും സന്ധ്യ പറയുന്നു. ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ധനുഷ് നെല്ലിശ്ശേരിയിൽ എത്തിയിരിക്കുന്നതാണ്. സച്ചി പുറത്ത് ഫോൺ വിളിച്ചിരിക്കുന്നത് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ധനുഷ് അവിടെ മറഞ്ഞു നിൽക്കുകയാണ്. തുടർന്ന് സച്ചി അർച്ചനയും കൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ അവന്തിക പുറത്തേക്ക് വരുന്നു. നീ എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞതെന്ന് ധനുഷ് അവന്തികയോട് ചോദിക്കുന്നു. സന്ധ്യ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവന്തിക പറയുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, അവരുടെ ചെന്നൈ യാത്ര അങ്ങ് മുടക്കിയാൽ പോരെ? ഇവിടുത്തെ കുഞ്ഞിനെ അങ്ങ് കൊന്നേക്കാം, പിന്നെ ആരും ചെന്നൈയിലേക്ക് പോകത്തില്ലല്ലോ. നാളത്തെ ചടങ്ങി വെച്ച് തന്നെ നമുക്കത് നടത്താമെന്നും ധനുഷ് പറയുമ്പോൾ അവന്തികയ്ക്ക് സന്തോഷമാകുന്നു. പെട്ടെന്ന് തന്നെ അവന്തിക, സച്ചിയേട്ടാ, ഏട്ടത്തി, എല്ലാവരും പെട്ടെന്ന് പുറത്തേക്ക് വരാൻ പറഞ്ഞ് ഒച്ചയിടുകയാണ്. ശബ്ദം കേട്ട ഉടൻ തന്നെ ധനുഷ് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും അവന്തിക ഓടി അകത്തേക്ക് കയറുകയും ചെയ്യുന്നു. എന്താ മോളെ, എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് സേതു പുറത്തേക്ക് വരുമ്പോൾ, അത് പിന്നെ അവിടെ ഒരു വലിയ പാമ്പ്. അനഘ പറയുന്നു. അത് ഇഴഞ്ഞു പോയെന്ന് അവന്തിക പറയുമ്പോൾ എല്ലാവരും അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് അവന്തിക അകത്തേക്ക് കയറി ദേഷ്യത്തോടെ അനഘയുടെ മുടിക്കുത്തിൽ പിടിച്ച് ഭിത്തിയിൽ തലയിടിപ്പിക്കുകയാണ്. അനഘയുടെ തലയിൽ നിന്നും രക്തം വരുന്നു. തുടർന്ന് അവന്തിക പറയുകയാണ്, ഞാൻ പലപ്പോഴായി നിന്നോട് പറഞ്ഞിട്ടുള്ളതാ എന്റെ പിന്നാലെ മണം പിടിച്ച് നടക്കണ്ടെന്ന്. ഞാനും അവനുമായി സംസാരിച്ചത് നീ എങ്ങാനും കേട്ടിട്ടുണ്ടെങ്കിൽ അതാരുടെയെങ്കിലും ചെവിയിലെത്തിച്ചാലേ നിന്നെ ഞാനങ്ങ് കൊന്നുകളയും. തുടർന്ന് അനഘ ദേഷ്യത്തോടെ പറയുകയാണ്, നിങ്ങൾ സംസാരിച്ചതെല്ലാം ഞാൻ കേട്ടു. നാളെ ഇവിടുത്തെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളും ധനുഷുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ എല്ലാവരോടും പറയും. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ആ കുഞ്ഞിനൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് അനഘ പറയുമ്പോൾ, എന്നാൽ നീ അങ്ങ് ചത്തേക്കെന്ന് പറഞ്ഞ് അവന്തിക ശക്തമായി അനഘയുടെ തല പിടിച്ച് ഭിത്തിയിലിടിപ്പിക്കുകയാണ്. പെട്ടെന്ന് അർച്ചന അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. നീ എന്തിനാ മോളെ അവരോട് ആവശ്യമില്ലാത്തതൊക്കെ പറയാൻ പോകുന്നത്? ആവശ്യമില്ലാത്തതൊന്നുമല്ല ഏട്ടത്തി, ഞാൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണെന്ന് അനഘ പറയുന്നു.
അവരും ധനുഷും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. നേരത്തെ ഞാൻ പാമ്പെന്ന് പറഞ്ഞ് നിലവിളിച്ചത് ഇവരെ രണ്ടിനെയും ഒന്നിച്ച് കണ്ടിട്ടാ. എന്താണെങ്കിലും ചേച്ചി ഒരുപക്ഷെ എന്നെ കൊന്നെന്ന് വരും. അതുകൊണ്ട് ഏട്ടത്തി എല്ലാ സത്യങ്ങളും അറിയണം. നാളത്തെ ചടങ്ങിന്റെ ഇടയ്ക്ക് വെച്ച് കുഞ്ഞിനെ കൊല്ലണമെന്നാ അവരിപ്പോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് കേൾക്കുന്ന അർച്ചന ഞെട്ടലോടെ നെഞ്ചത്ത് കൈവയ്ക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.